മണ്ണിൽ പൊന്നു വിളയിക്കാം, എന്നാൽ പൊന്നു വിളയിക്കാൻ മണ്ണ് വേണ്ടെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. വീടിന്റെ 2-3 നിലകളിലാണ് ബാലചന്ദ്രൻ എന്ന കർഷകൻ പൊന്നു വിളയിക്കുന്നത്. മട്ടുപ്പാവിൽ നിരനിരയായി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗുകളിൽ കോളിഫ്ലവറും ക്യാബേജുമെല്ലാം വളർന്നു നിൽക്കുന്നത് മണ്ണിലല്ല, മറിച്ച് ചകിരിച്ചോറിലാണ്. ചാണകപ്പൊടിയും ചാരവുമാണ് വളമായി ഉപയോഗിക്കുന്നത്. പച്ചക്കറികളുടെ വൈവിധ്യമാണ് കർഷകന്റെ തോട്ടത്തിലെ മറ്റൊരു പ്രത്യേകത. അമര, തക്കാളി, വഴുതന, കത്തിരി, ആനക്കൊമ്പുവെണ്ട, ആവണിപ്പയർ, പടവലം, കോവൽ, പാവൽ, ചീര, വിവിധതരം പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് തോട്ടത്തിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതിയാണ് ഈ കർഷകൻ സ്വീകരിക്കുന്നത്. ചകിരിച്ചോറ് ഉപയോഗിച്ചാണ് കൃഷി. ചകിരിച്ചോറിൽ എപ്പോഴും ജലാംശം ഉണ്ടായിരിക്കും. വെള്ളം കെട്ടി വേരുകൾ ചെയ്യില്ല. മറ്റൊന്ന്, മണ്ണിലൂടെ കീടങ്ങളുടെ ഉപദ്രവം അധികമായി ഉണ്ടാകും. ചകിരിച്ചോറിൽ അതുണ്ടാവില്ല. ജൈവവളമായ ചാണകവുമായി മിശ്രണം ചെയ്താൽ കൃഷിയിറക്കിന് ഒന്നാന്തരം തറയൊരുക്കലായി. മറ്റു വളങ്ങളൊന്നും ആവശ്യമില്ല. ചകിരിച്ചോറിൽ പൊന്നു വിളയിക്കാമെന്ന കൃഷിയിൽ ബാലചന്ദ്രന്റെ പുതിയൊരു പരീക്ഷണമാണിത്. ഇതിന് ഊർജം പകർന്നതാകട്ടെ SN കോളേജിലെ തന്റെ ഗുരുനാഥന്മാരായ പ്രൊഫസർ രവിയും പ്രൊഫസർ മുരളിയുമാണ്. കൃഷികൾക്ക് ജൈവവളം മാത്രമാണ് ബാലചന്ദ്രൻ ഉപയോഗിക്കാറ്. സംസ്ഥാന ഗവൺമെന്റിന്റെ കൃഷി വിജ്ഞാന കേന്ദ്രം തയ്യാറാക്കുന്ന വേപ്പെണ്ണ, സോപ്പ് മിശ്രിതം മാത്രമാണ് കീടനാശിനിയായി ഉപയോഗിക്കാറ്. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള വെണ്ടത്തൈകളുടെ ശേഖരം തന്നെ പച്ചക്കറി തോട്ടത്തിലുണ്ട്. ദിവസവും 2-3 പൂവ് വന്ന് വെണ്ടയ്ക്കായി മാറുന്ന ഇനമാണിത്. മട്ടുപ്പാവ് കൃഷിയിലെ പുതിയ സാധ്യതകൾ പുതിയ തലമുറയ്ക്ക് പകർന്നുകൊടുക്കാൻ ബാലചന്ദ്രന് സന്തോഷമേയുള്ളൂ. പുതിയ ജനറേഷനോട് പറയാനുള്ളത്, കൃഷി ലാഭകരമായിട്ട് കൃഷി ചെയ്യണം, എന്നാലേ തുടർന്ന് പോകാൻ പറ്റും. പിന്നെ നമ്മൾ വളരെ കൂടുതൽ പണം ചിലവാക്കി ലാഭകരമല്ലാത്ത രീതി കൃഷി അത് തുടർന്ന് പോകാൻ പറ്റും. അപ്പം ഒന്നും മണ്ണ് ഒഴിവാക്കുന്നതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും മണ്ണിന് വില വളരെ കൂടുതലാണ്. പിന്നെ ഇത് ജോലിക്ക് ആളിനെ വിളിക്കാതെ മണ്ണ് പുരയിടമില്ല കയറ്റാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ ചകിരിച്ചോറ്, അതിന് ചിന്തേര് പൊടി, രണ്ടും വളരെ ഭാരക്കുറവാണ്. വെള്ളം തങ്ങി നിൽക്കും, കെട്ടി നിൽക്കത്തില്ല ആവശ്യത്തിന്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ കോസ്റ്റ് ബേസിൽ വളരെ ലാഭകരമാണ്. ചകിരിച്ചോറ്, ചിന്തേര് പൊടി, ഇതിനകത്ത് ജൈവവളങ്ങൾ, ചാണകപ്പൊടി, ചാരം, പ്രത്യേകിച്ച് ചാരം എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് കരിയിൽ കത്തിച്ചെടുക്കാവുന്നതാണ്. ചാരം, കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർത്തിട്ട് ആ മിശ്രിതത്തിൽ നടുക. അപ്പം മണ്ണിൽ ഉപയോഗിച്ച കളശല്യം കൂടുതലാണ്. പിന്നെ കീടങ്ങൾ കൂടുതൽ, ലാർവയൊക്കെ അതുവഴി വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാകും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചിലവ് കുറഞ്ഞിരിക്കും, വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം.